പറഞ്ഞൊക്കെ ശരിയാണോ? ഇല്ല ചേച്ചി, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. മുദ്രപത്രത്തിന്റെ കേസില് ഞാൻ തെറ്റ് ചെയ്തു, ശരി, അത് ഞാൻ സമ്മതിക്കുകയും ചെയ്തതാ. എന്ന് കരുതി ഞാൻ അവനെ കൊല്ലാൻ നോക്കുന്നു പറയുന്നത് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? ഈ വീട്ടിൽ നിന്റെ സുഖവാസം ഞാൻ അവസാനിപ്പിക്കും. എന്താ ഇനി എങ്ങനെ കൊല്ലാന്ന് ആലോചിക്കാണോ? കൊല്ലാനോ? അതും ഇവനെ? ഞാൻ നിന്നെ കൊല്ലുന്നു. അല്ലെങ്കിൽ തന്നെ ഈ പൃഥ്വി ആലോചിച്ച് കൊല്ലാൻ മാത്രം ഇവൻ ആരാ? നിനക്ക് നിന്റെ കെട്ടിയോ വലിയ സംഭവമായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവൻ ആരുമല്ല. ഈ പൃഥ്വിക്ക് ഓപ്പോസിറ്റ് വരണമെങ്കിൽ അതിനൊരു മിനിമം സ്റ്റാറ്റസ് വേണം. പിന്നെ ഞാൻ ഇവനെ കൊല്ലാൻ തീരുമാനിച്ച നിന്റെ ഭർത്താവ് പിന്നെ ഇവിടെ ഇങ്ങനെ ജീവനോടെ കിടക്കില്ല. കിരൺ, കിരൺ വേണ്ട. നീ എന്തിനാ എന്നെ കൊല്ലാൻ നോക്കിയതാ? പറയടാ. എന്താടാ പിച്ചും പയും പറയുന്നേ? ഞാൻ എപ്പോഴാടാ നിന്നെ കൊല്ലാൻ നോക്കിയത്? വേണ്ട, അഭിനയിക്കണ്ട. നിന്റെ അഭിനയം ഈ വീട്ടിലുള്ളവരോട് മതി. എന്നോട് വേണ്ട. ഞങ്ങൾക്ക് നീ ആരാണെന്ന് അറിയാം. എന്നെ കൊല്ലാനുള്ള ഗുണ്ടകളെ കൂട്ടി വന്നത് നീയാടാ എന്നെ കുത്തിയത്. ഡാ, വെറുതെ ഓരോന്ന് വിളിച്ച് പറയാതെ. നിനക്കെന്താ മരുന്നിന്റെ സെഡേഷൻ മാറിയിട്ടില്ല? പൃഥ്വി, മര്യാദയ്ക്ക് സത്യം പറയുന്ന നിനക്ക് നല്ലത്. പേടിപ്പിക്കുന്നു. നിന്നെ പേടിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. ആദ്യം മുതലേ നിനക്കും ഇവനും എന്നെ ഇഷ്ടമല്ല, അതെനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഞാൻ നിന്റെ അനുജത്തെ കല്യാണം കഴിച്ചപ്പോ ആ ദേഷ്യം കൂടി. അതെല്ലാം മനസ്സിൽ വെച്ച് എന്റെ പേരിൽ നുണക്കഥ ഉണ്ടാക്കി പറയുന്നു. നോക്കി പേടിപ്പിക്കുന്നു. ഓടി വേണ്ട ദുർഗ, വേണ്ടോ? വീടാണ്. നീയാണ് കിരണിനെ കൊല്ലാൻ നോക്കിയതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പല പ്രശ്നങ്ങളും ഉണ്ടാവും, പക്ഷെ അതിനു വേണ്ടി ഒരാളെ കൊല്ലാൻ നോക്കൂ. ദുർഗ, കൊല്ലാൻ നോക്കൂന്ന്. എന്തോ ഭാഗ്യം കൊണ്ട് എനിക്ക് കിരണിനെ രക്ഷിക്കാൻ പറ്റി. പക്ഷെ കിരണിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഈ സമയത്ത് നീ ചത്തു മലർന്നേനെ. ദുർഗ, ഇനി ഒരിക്കൽ കൂടി എന്റെ ഭർത്താവിന് നേരെ നിന്റെ കൈ ഉയർന്ന കൊന്നുകളയും നിന്നെ ഞാൻ. ദുർഗ, ദുർഗേ, എന്തു പറ്റി? നീ എന്താടി ചെയ്തേ? എന്താ ഇത്? ഇത് എന്തിനാടി ഇത്? ഞാൻ ആപ്പിള് കട്ട് ചെയ്യാൻ കൊണ്ടുവന്നതാ. നീ എന്തിനാടി എന്റെ ഭർത്താവിന്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ചേ? നീ എന്തിനാ കൊല്ലാൻ നോക്കിയേ? എന്താ പൃഥ്വി ഇതൊക്കെ? ഇവളെന്തിനാ പൃഥ്വിയുടെ കഴുത്തിൽ കത്തി വെച്ചേ? ഇല്ല അഷി, ഞാനൊന്നും ചെയ്തില്ല. ഞങ്ങൾ വെറുതെ സംസാരിച്ചു നിന്നതാ. നിർത്ത്, മതി നിന്റെ നാടകം. നീ നുണയെ പറയൂന്ന് എനിക്കറിയാം, പക്ഷെ ഈ കാര്യത്തിൽ ഇത് വേണ്ട. സത്യം പറയുന്നത് നിനക്ക് നല്ലത്. അഷിത,
നിർത്തിയൊന്ന്. അഷി, എന്താ ഇത്? എന്തിനാ ഇങ്ങനെ നടന്ന് ഒച്ച ഉണ്ടാക്കുന്നത്? പിന്നെ പിന്നെ ഞാൻ എന്താ വേണ്ടേ? എന്റെ ഭർത്താവിന്റെ കുത്തിരി പിടിച്ച് കത്തി വെക്കുന്നത് കണ്ട ഞാൻ മിണ്ടാ നിക്കണോ? എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? പറയടി, നീ എന്തിനാ പൃഥ്വി പേടിപ്പിച്ചോണ്ടിരുന്നേ? ഇവളെന്തിനാ എന്റെ മോനെ കൊല്ലാൻ നോക്കുന്നത്? എന്താ ഏതാതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇവള് പൃഥ്വിയുടെ കഴുത്തിന് കത്തി ചൂണ്ടി നിൽക്കുന്നത് ഞാൻ കണ്ടതാ. പിന്നെ ഞാൻ കണ്ടെന്നായപ്പോ നോണ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കൂ ഇവള്. പൃഥ്വി, എന്താ പൃഥ്വി ഇതൊക്കെ? നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ചേച്ചി അത് പറയേ പൃഥ്വി, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ചേച്ചി, ഞാൻ കിരണ് വയ്യാത്തോണ്ട് ഒന്ന് കാണാൻ വന്നതാ. പക്ഷെ ഈ ദുർഗ ഒരു കാരണമില്ലാതെ ഓരോന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി. ഞാൻ ഓരോന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയല്ലേ? എങ്കി പറ, ഞാൻ എന്താ പറഞ്ഞത്? പറ, ഞാൻ എന്താ ചെയ്തേ? എന്താ മിണ്ടാത്തത്? ഞാൻ എന്താ പറഞ്ഞെന്ന് പറ, കേക്കട്ടെ. ശരിയാ, ഞാൻ ഇവന്റെ കഴുത്തിന് പിടിച്ചു എന്നത് ശരി തന്നെയാ. എന്റെ ഭർത്താവിനെ കൊല്ലാൻ നോക്കിയവനെ ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ? കൊല്ലാനോ? ദുർഗ, വേണ്ട, വിട്ടേക്ക്. കിരൺ ഒന്നും പറയണ്ട. ഇനിയും ക്ഷമിക്കാൻ എനിക്കറിയില്ല. ചേച്ചി, പൃഥ്വിയാണ് കിരണിനെ കൊല്ലാൻ നോക്കിയത്. എടി, അതെ, അതുകൊണ്ടാ ഞാൻ ഇവന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് ചോദിച്ചത്. എന്തിന് പൃഥ്വി എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് ഇവന് സഹിക്കുന്നില്ല. അതുകൊണ്ടന്ന് മുദ്രപത്രം വെച്ച് ഡ്രാമ ഇറക്കിയതുപോലെ അടുത്ത നാടകം. അത് പക്ഷേ ലിമിറ്റ് വിട്ടുപോയി. കൊല്ലാൻ നോക്കുന്ന അവസ്ഥ വരെ എത്തി. പൃഥ്വി, നീ എന്താ മിണ്ടാത്തത്? ദുർഗ പറഞ്ഞൊക്കെ ശരിയാണോ? ഇല്ല ചേച്ചി, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. മുദ്രപത്രത്തിന്റെ കേസില് ഞാൻ തെറ്റ് ചെയ്തു, ശരി. അത് ഞാൻ സമ്മതിക്കുകയും ചെയ്തതാ. എന്ന് കരുതി ഞാൻ അവനെ കൊല്ലാൻ നോക്കുന്നു പറയുന്നത് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? ചേച്ചിയുടെ അനിയനാ ഞാൻ. ചേച്ചി എന്നെ വളർത്തിയത്. ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല. അല്ലെങ്കിൽ തന്നെ എനിക്ക് എന്റെ ആവശ്യം എന്താ? ഈ ദുർഗ ദേഷ്യം മനസ്സ് വെച്ച് എല്ലാവരും നുണ പറയുന്നതാ. ഞാനാണോ നുണ പറയുന്നേ? ഞാനാണോ? നിനക്കൊരു തരി പോലും മനസാക്ഷി ഇല്ലല്ലോടാ.